ഐ എം സോ ഹാപ്പി ടുഡേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അതെ, ഞാൻ ജനിച്ച ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ബർത്ത്ഡേ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ലെറ്റ്സ് ഗോ. മോയ്സ്ചറൈസർ. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സൺസ്ക്രീൻ. സൺസ്ക്രീനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു മേക്കപ്പ് ചെയ്താലും ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യണം. സൺസ്ക്രീൻ ഇട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൈമർ. ഞാനിവിടെ ഒരു പ്രൈമർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കളർ. ഇതിനെ ബ്ലെൻഡ്സ്. കാണാൻ നല്ല ഹനുമാനെ പോലെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇസ് ഫൗണ്ടേഷൻ. സോ ഞാൻ ഇവിടെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് ഇസ് 220. ചെയ്യണം. നമ്മൾ കളർ കറക്റ്റർ ഇട്ട സ്ഥലത്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഒരു മൂസ് ഫൗണ്ടേഷനാണ്. മറ്റേ ലിക്വിഡായിരുന്നു, ഇത് ക്രീമാണ്. ശേഷം ടേക്ക് എ ബ്രഷ്, എല്ലാം നല്ലോണം ബ്ലെൻഡ്. ഇപ്പം ഏകദേശം അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കാം. അതിനുവേണ്ടി ഫുൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്ക് ആ ഒരു തിക്ക് ബ്രഷ്. ഇനി നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ച സ്പോഞ്ചോ അതൊക്കെ ഉപയോഗിക്കാം. എനിക്ക് ആക്ച്വലി മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എവിടെ പോയാലും നല്ല സുന്ദരമായിട്ട് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എക്സ്ട്രാപ്പം തോന്നുന്നു. ചെയ്യാം. ബ്ലെൻഡിങ് ആണ് കാര്യം ഗൈസ്. ഫ്ലാറ്റ് ബ്രഷ്. സോ നമ്മുടെ ഫേസിലെ ഒരു ബേസ് മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഐ മേക്കപ്പ് ചെയ്യാം. ആദ്യം യൂസ് കാജൽ. എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഐ മേക്കപ്പ്. അപ്പം ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് തന്നെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഷെയ്ഡാണ്. ഒരു സ്മോക്കി ഐ ലുക്ക് കൊടുക്കാം. ആ ഷെയ്ഡ് തന്നെ. അങ്ങനെ
circle വരയ്ക്കുക. Correct. So we are going to use a black shade. I love smokies. Smokies. So as mentioned already, I now we get some glitter. Next, നമുക്ക് ഒരു highlighter take some. Just like okay. Eyebrows വരയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഐബ്രോസ് താഴ്ത്തി വയ്ക്കുക. ഒരു എപ്പോഴും ത്രെഡഡ് ആയിരിക്കണം നിങ്ങളുടെ ഐബ്രോ. ഇനി അത് ഫിൽ ചെയ്തു. താഴോട്ട് 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 ഡിഫറെൻറ്റ് കളർ. ഇനി ഇപ്പം ചെറിയ ലൈൻ വരയ്ക്കുക. താഴോട്ട് 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 ഗ്യാപ്പുള്ള ഭാഗം ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ ഗ്യാപ്പും കൂടെ നമുക്ക് ഫിൽ ചെയ്യണം. ചെയ്യാൻ ഇനി താഴെ നിന്ന് വരയ്ക്കാം ഒരു ജോൺ. വിചാരിക്കും കോമാളെ പോലെ നല്ല നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കളയില്ല. പോണ അക്കുചേട്ടൻ അടുത്ത ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു. ലൈക്ക് ഷേഡ് 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 ഇപ്പം ലൈക്ക് കുളവായി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ബട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ മേക്ക് ഇറ്റ് റൈറ്റ്. ഒരു പാലറ്റ് എടുക്കുകയാണ്, കളർ കറക്റ്റിംഗ് പാലറ്റ്. അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. നിങ്ങളെൻ്റെ പാലറ്റ് വന്നിട്ട് പേടിക്കുന്നുണ്ടോ? കുറച്ചെടുക്കുക. ദെൻ ഒരു എന്താ പറയുക ഷേപ്പിംഗ് പോലെ ചേർക്കണ്ട. ഒരു കാര്യമില്ല, നമ്മൾ ഒരു പേസ്റ്റ് ബേസ്ഡ് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു പൗഡറോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക കേക്ക് ആയി പാക്ക്. അങ്ങനെ ഐബ്രോസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഐലൈനർ ഇതാണ് എൻ്റെ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഐലൈനർ മസ്റ്റാണ്. അതൊന്നും ഞാൻ പ്രോ ആണ്. ബിക്കോസ് എനിക്ക് ഒരു ചേച്ചിയാണുള്ളത്. ചേച്ചി പറഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല ഒരുങ്ങി ഒക്കെ പോകുമ്പോൾ എനിക്ക് ഞാൻ 4-5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ചേച്ചി നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ കുക്കു, എനിക്ക് ഐലൈനർ ഇട്ടിട്ട് കുക്കു, അങ്ങനെ ഞാൻ ഭാഷയായിട്ട് പഠിച്ചൊരു സാധനമാണ് ഐലൈനർ. എനിക്ക് കെഞ്ചാൻ വയ്യ. അതുകൊണ്ട് എത്ര 4ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടിടാൻ തുടങ്ങിയത്.
നമ്മൾ ഐലൈനർ ചെയ്തു. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് മസ്കാര. ഓക്കെ, ആൻഡ് സെറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷ് ആണ്. ആക്ച്വലി എനിക്ക് ബ്ലഷ് നേരെ ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് ഇവിടെ ഓക്കെ ഗൈസ്, അങ്ങനെ മേക്കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പൊട്ടെ ആ മൂക്ക് പൊട്ട് പോയിട്ട് മൂക്ക് നേരെ ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ്. അത് കുറേ ഇറങ്ങും. എനിക്ക് വേണ്ടപ്പെട്ട ഒരു കളർ കിട്ടാൻ ഞാൻ കുറേ, മാത്രമല്ല ഇതൊക്കെ ഉപയോഗിച്ച് തീരണ്ടേ, ഇനി തീർക്കണ്ടേ എക്സ്പയറി ഡേറ്റിന് മുമ്പ്. കുറച്ചിട്ടാൽ മതി. ഭയങ്കര ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തീർന്നൊരു ലിപ്സ്റ്റിക് എടുക്കാം, എന്നിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് കളയാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാൽ പോലെ. അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇത് പണ്ട് തൊട്ടേ ഞാൻ വാങ്ങുന്ന ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് മുമ്പ് എനിക്ക് എല്ലാം തീർക്കും. ഇത് തീർത്തിട്ട് ഈ ഷെയ്ഡ് വാങ്ങാം. അതിനല്ല ഈ ലിപ്സ്റ്റിക് ഇടുന്നത്. ഇത് ലിപ് ബാം മതി. പാവം എൻ്റെ ചൂട് ബാം. ഓക്കെ, മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞില്ല. ഫൈനൽ ടച്ചപ്പ്. ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുമ്പോൾ ടേക്ക് എ കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൗഡർ. ഡെബ് 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 ഡെബ്. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം പകുതിയാണ് റെഡിയായി. സോ നമുക്കിനി ഡ്രസ്സ് കാണാം. സോ ഇതാണ് എൻ്റെ എന്താ പറയുക, ബർത്ത്ഡേ ഡ്രസ്സ്. ഞാനത് ലിറ്റിൽ ബോക്സ് ചെയ്യുന്ന കേട്ടോ ഓർഡർ ചെയ്തത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കളർ, ഈ കളർ ഭയങ്കര ഇഷ്ടം. ഇറ്റ്സ് ലൈക്ക് പാർട്ടി വെയർ. നമുക്ക് ഡ്രസ്സ് എടുത്ത് വരാം. ഓക്കെ, സോ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു, നല്ല സുന്ദരി കുട്ടിയായി. എനിക്ക് ആക്ച്വലി ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഓർണമെൻറ്റ്സിലോട്ട് പോകാം കേട്ടോ. ഞാനിത് ഈ ഒരു മാലയാണ് ഇടുന്നത്. ഇത് ആക്ച്വലി ഒരു റൂബിയും വൈറ്റ് സ്റ്റോൺസും വരുന്നൊരു മാലയാണ്. അമ്മയുടെ ഒന്ന് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഡ്രസ്സിന് കറക്റ്റ് മാച്ചാണിത്. ഇനി നമുക്ക് കമ്മലിലോട്ട് പോവാം. എനിക്ക് ആക്ച്വലി ഈ മാലയുടെ കമ്മൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ കമ്മലിടാം. വേറെ കമ്മൽ ഇതാണ്. ലൈക്ക് ഇത് പെർഫെക്റ്റ് മാച്ചാണ്. ഇത് ആക്ച്വലി ഒരു റോസിൻ്റെ കമ്മലാണ്. സോ സെയിം കളറും സെയിം എന്താ പറയുക, ഡ്രസ്സിന് നല്ല മാച്ചിങ് ആയിട്ട് അതിടാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് റിങ്സ് ഇടാം. ഇനി കൈ നിറച്ച് റിങ്സ് ഇടണമെന്നുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ റിങ്സ് ആണ്. സോ ഇറ്റ്സ് റിയലി പ്രിറ്റി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബ്രേസ്ലെറ്റ് ഇടാം. ഓക്കെ, സോ ഞാനിടുന്ന ബ്രേസ്ലെറ്റ് ഇതാണൊരു എന്താ പറയുക, ബട്ടർഫ്ലൈ ബ്രേസ്ലെറ്റ്സ് ആണ്. 2 കയ്യിലും ഇടുന്നുണ്ട് ഞാൻ ബ്രേസ്ലെറ്റ്സ്. സോ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ആൻഡ് ഭയങ്കര വില കുറവാണ്. ആൻഡ് സോ പ്രിറ്റി. അങ്ങനെ ഫുൾ റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.